Backtracking. It is one of the main algorithm design technique. Here, the solution or answer is n tuple x1, x2, etc. xn. For example, sort the following array. This array is of size 5. Index is starting from 1 to 5. ഇതിൻ്റെ ആൻസർ ഓർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ടപ്പിളായിട്ട് വേണം എഴുതാൻ. സ്മോളസ്റ്റ് എലമെൻറ്റ് ഈസ് 40. അതിൻ്റെ ഇൻഡെക്സ് 3. അതായിരിക്കും ടപ്പിളിലെ ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് സ്മോളസ്റ്റ് ഈസ് 50. കറസ്പോണ്ടിങ് ഇൻഡെക്സ് 2. അതായിരിക്കും സെക്കൻഡ് എലമെൻറ്റ് ആൻഡ് സോ ഓൺ. അറേ സൈസ് 5 ആയതുകൊണ്ട് ഈ ടപ്പിൾ x1, x2, x3, x4 ആൻഡ് x5 5 എൻട്രീസ് ആയിരിക്കും ഉണ്ടാകുക. സോ 3, 2, 1, 4, 5 സ്മോളസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് മുതൽ ലാർജസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് വരെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഏത് ബാക്ക് ട്രാക്കിംഗ് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ ഇതുപോലെയുള്ള ഒരു ടപ്പിളായിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ 4 queens problem. Given a 4x4 chessboard and 4 queens. Arrange the queens in such a way that no two queens are in the same row, column and diagonal. This is a 4x4 chessboard. 4 rows and 4 columns. The queens are q1, q2, q3 and q4. Queens chessboardil arrange ചെയ്ത് കഴിയുമ്പോൾ attacks ഒന്നും ഉണ്ടാകാൻ പാടില്ല. There are 3 types of attacks: row attack, column attack and diagonal attack. Consider Q1. Q1 പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റോയിലാണ്. അവിടെ Q1 മാത്രമേ ഉള്ളൂ. Then Q1 is in second column. സെക്കൻഡ് കോളത്തിലും Q1 മാത്രമേ ഉള്ളൂ. Then diagonal. There are 2 types of diagonal, positive and negative. This is positive diagonal. ഈ ഡയഗണലിലും Q1 മാത്രമേ ഉള്ളൂ. Then this is negative diagonal. ഇവിടെയും Q1 മാത്രമേ ഉള്ളൂ. സോ Q1ന് അറ്റാക്കുകളൊന്നുമില്ല. അതുപോലെ Q2, Q3, Q4നും അറ്റാക്കുകളൊന്നുമില്ല. സോ ദിസ് ഈസ് വൺ പോസിബിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് 4 queens പ്രോബ്ലം. ഇവിടെ റോ അറ്റാക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോ, സെക്കൻഡ് ക്വീൻ സെക്കൻഡ് റോ, തേർഡ് ക്വീൻ ഇൻ തേർഡ് റോ, ഫോർത്ത് ക്വീൻ ഇൻ ഫോർത്ത് റോ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ ഒരു 4 സൈസുള്ള ടപ്പിളായിരിക്കും. അതിലെ എൻട്രീസ് ഓരോ ക്വീനും പ്ലേസ് ചെയ്തിരിക്കുന്ന കോളം നമ്പറാണ്. Q1 സെക്കൻഡ് കോളത്തിൽ, സോ 2 എഴുതി. Q2 in fourth column 4 എഴുതി. Q3 in first column 1 എഴുതി. And fourth queen in third column 3 എഴുതി. So one possible solution of 4 queen problem is 2, 4, 1, 3. Next possible arrangement is this. ഇവിടെയും attacks ഒന്നുമില്ല. So solution is first queen in third column, second queen in first column, third in fourth column and fourth queen in second column. So 3, 1, 4, 2 ആണ് second solution. In backtracking, x1 to xn n സൈസിലുള്ള ഒരു ടപ്പിളായിരിക്കും സൊല്യൂഷൻ. എക്സിൻ്റെ വാല്യൂ എടുക്കുന്നത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നാണ്. x1 വാല്യൂ ഈസ് ഫ്രം ദ സെറ്റ് s1. x2 ഈസ് ഫ്രം ദ സെറ്റ് s2 ആൻഡ് സോ ഓൺ. അങ്ങനെ ഡിഫറെൻറ്റ് ടപ്പിൾസ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ക്രൈറ്റീരിയൻ ഫങ്ഷൻ P ഈ ഓരോ ടപ്പിളിലും അപ്ലൈ ചെയ്യും. ഈ ക്രൈറ്റീരിയൻ ഫങ്ഷൻ മാക്സിമൈസ് ഓർ മിനിമൈസ് ഓർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് ആണ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, sorting the array A of size n. The solution is a n tuple x1 to xn. x1 smallest element in the index, x2 second smallest element in the index and so on. Array index is from 1 to n. So x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ nth വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ആയിരിക്കും.
So S1 is the set 1, 2 up to n. X2, second smallest element in the index. അതും 1 to n ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. So we can say that Si is equal to set 1, 2, etc. up to n. Here we have the criterion function a of xi is less than or equal to a of xi plus 1 for 1 less than or equal to I less than n. x1 indexile element is less than or equal to x2 indexile element. xi indexile element is less than or equal to xi plus 1th indexile element. There are different methods for solving this problem. First one is brute force approach and second one is backtracking algorithm. Brute force approach എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും എടുക്കും. അതിലേക്ക് ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കറക്റ്റ് സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യും. അറേ സൈസ് n ആയതുകൊണ്ട് സൊല്യൂഷൻ n ടപ്പിളാണ്. സോ x1 to xn n സെറ്റ് ഉണ്ടാവും. ഓരോ സെറ്റിൻ്റെയും സൈസാണ് m. S1ൻ്റെ സൈസ് m1, S2ൻ്റെ സൈസ് m2 and so on. Consider an array of size 3. Smallest element ഏതൊക്കെ ഇൻഡെക്സിൽ ഉണ്ടാകാം? അതാണ് S1. ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഓർ തേർഡ് ഇൻഡെക്സ്, 3 പോസിബിലിറ്റീസ് ഉണ്ട്. സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതൊക്കെ ഇൻഡെക്സിൽ ഉണ്ടാകാം? അതാണ് S2. ഫസ്റ്റ്, സെക്കൻഡ് ഓർ തേർഡ്. ദെൻ ലാർജസ്റ്റ് എലമെൻറ്റ് ഏതൊക്കെ ഇൻഡെക്സിൽ ഉണ്ടാകാം? ദാറ്റ് ഈസ് S3. 1, 2 or 3. S1ൻ്റെ സൈസ് m1, 3, m2 equal to 3 and m3 equal to 3. These are the possible tuples. ഈ ടപ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് എലമെൻറ്റ് ഫ്രം സെറ്റ് S1, സെക്കൻഡ് എലമെൻറ്റ് ഫ്രം സെറ്റ് S2 ആൻഡ് തേർഡ് എലമെൻറ്റ് ഫ്രം സെറ്റ് S3. സോ ഇതിൻ്റെ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് എഴുതിയിട്ടുണ്ട്. So total of 27 combinations, 27 tuples constructed ആയിട്ടുണ്ട്. Possible number of tuples is equal to m1 into m2 into m3, 3 into 3 into 3 which is equal to 27. ഈ 27 ടപ്പിൾസിലും ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അതിൽ ഒരേ ഒരു ടപ്പിൾ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ, അതായിരിക്കും സൊല്യൂഷൻ. അറേ സൈസ് n ആണെങ്കിൽ സൊല്യൂഷൻ വെക്ടറിൻ്റെ സൈസും n ആയിരിക്കും. ആ ഓരോ എലമെൻറ്റും എടുക്കുന്നത് Si എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. Mi ഈസ് ദ സൈസ് ഓഫ് സെറ്റ് Si. S1 to Sn n സെറ്റ് ഉണ്ട്. കറസ്പോണ്ടിങ് സൈസ് m1 to mn. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ടപ്പിൾസ് എത്ര ഫോം ചെയ്യും എന്ന് ചോദിച്ചാൽ m ഈക്വൽ ടു m1 ഇൻറ്റു m2 ഇൻറ്റു എക്സെട്ര mn. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേക്ക് ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ p അപ്ലൈ ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ടപ്പിളാണോ ആ ടപ്പിൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൽ നടക്കുന്ന ഓപ്പറേഷൻ. നെക്സ്റ്റ് അപ്രോച്ച് ഈസ് ബാക്ക് ട്രാക്കിംഗ്. വൺ കോമ്പണൻറ്റ് അറ്റ് എ ടൈം ആഡ് ചെയ്താണ് സൊല്യൂഷൻ വെക്ടർ കൺസ്ട്രക്ട് ചെയ്യുക. ഹിയർ വി ആർ യൂസിങ് എ മോഡിഫൈഡ് ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ ഓർ എ ബൗണ്ടിങ് ഫംഗ്ഷൻ pi. സൊല്യൂഷനിലേക്ക് ഓരോ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴും ഈ ബൗണ്ടിങ് ഫംഗ്ഷനുമായി ചെക്ക് ചെയ്യും. അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നെക്സ്റ്റ് കോമ്പണൻറ്റ് ആഡ് ചെയ്യും. ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഇപ്പോൾ ആഡ് ചെയ്ത എലമെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ആ ഒരു എലമെൻറ്റ് വെച്ച് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. സോ അതിന് പകരം പുതിയൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. സപ്പോസ് x1 to xi ഈസ് എ പാർഷ്യൽ വെക്ടർ. ഇത് കഴിഞ്ഞ് xi പ്ലസ് 1 to xn ഉണ്ട്. ഈ പാർഷ്യൽ വെക്ടർ ബൗണ്ടിങ് ഫംഗ്ഷനുമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് ആയെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ഒരു പാറ്റേൺ വെച്ച് കണ്ടിന്യൂ ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. xi എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്.
So we can ignore mi plus 1 into mi plus 2 etc. mn possible text vectors. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂവർ നമ്പർ ഓഫ് ട്രയൽസിൽ ബാക്ക് ട്രാക്കിങ്ങിൽ ആൻസർ കിട്ടും. ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് മസ്റ്റ് സാറ്റിസ്ഫൈ ടു ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ്, explicit constraints and implicit constraints. First is explicit. ഓരോ xiക്കും ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ. സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്യൂപ്പിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ, xi ഈസ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് xi എന്ന് പറയുന്നത് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. xi ഈക്വൽ ടു 0 ഓർ 1, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും xiയുടെ വാല്യൂ. ഇങ്ങനെ xiയുടെ വാല്യൂ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ. നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ. സൊല്യൂഷൻ സ്പേസിലെ ഏതൊക്കെ വെക്ടേഴ്സ് ആണ് ആൻസേഴ്സ് അത് ഡിറ്റർമിൻ ചെയ്യുന്ന റൂളാണ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ.